ഹായ് സുഹൃത്തുക്കളെ, AR ഓട്ടോമൊബൈൽസിൽ നിന്നും ARC ആണ്. അങ്ങനെ എഥനോൾ വിഷയത്തിന് AR ഓട്ടോമൊബൈൽസ് ഞങ്ങൾക്ക് വേണ്ടി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി AR ഓട്ടോമൊബൈൽസിൽ എഥനോൾ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല. അപ്പോൾ മറ്റൊന്നുമല്ല, അത് നമ്മൾ പേറ്റന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. എങ്കിലും നമ്മുടെ മെക്കാനിക് സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മളെ ഒന്ന് പറഞ്ഞു തരാം, നിങ്ങളും ചെയ്തു. അപ്പോൾ ഇത് ഇന്ന് ഒരു യൂണിക്കോൺ നമ്മുടെ ഷോപ്പിൽ കാർബറേറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് മിസ്സിംഗ് ആയിട്ട് വന്നതാണ്. എന്തായാലും മാറിയേ പറ്റത്തുള്ളൂ. ജസ്റ്റ് കാണിച്ചേ, ഈ ഒരു അവസ്ഥയിലാണ് കാർബറേറ്ററിൻ്റെ ഈ ഒരു പെട്രോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം. അപ്പോൾ മറ്റേ ഭാഗത്തിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. അപ്പം നമ്മൾ കാർബറേറ്റർ മാറാൻ പോവാണ്. അതുകൂടാതെ നമ്മുടെ ഈ ഒരു സ്പ്ലെൻഡർ ഇന്ന് നമുക്ക് കാർബറേറ്റർ മാറാൻ വന്നതാണ്. അതായത് ഈ കസ്റ്റമർ ഒറിജിനൽ തന്നെ മേടിച്ചു, മാറി ഏകദേശം ഒരു മാസം ആകുന്നതിനുള്ളിൽ വീണ്ടും കംപ്ലൈൻ്റ് ആയി നമ്മുടെ ഷോപ്പിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വെച്ച് കൊടുത്തായിരുന്നു. അത് ഏകദേശം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ അത് അതിനു വേണ്ടി നമ്മൾ സ്പാക്കോടെ E20 എന്ന് പറയുന്ന കാർബറേറ്റർ നമ്മൾ മേടിച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാർബറേറ്റർ E20 എന്നൊക്കെ പറഞ്ഞ് വരുന്ന സുഹൃത്തുക്കളെ നമ്മൾ കുറച്ച് വണ്ടിക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ കുഴപ്പമില്ലാതായിട്ടുണ്ട്. എങ്കിലും ഈ അടുത്ത് ഒരു വാഹനത്തിൽ എനിക്കൊരു 2-3 തവണ അടുപ്പിച്ച് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർ മാത്രം വാങ്ങുക. അതുകൂടാതെ അടുത്തതായി നമ്മുടെ റോയൽ എൻഫീൽഡാണ്. ഈ വാഹനം ഒരു പ്രവാസിയുടെ ആയിരുന്നു, വാഹനം കയറ്റി വെച്ചിരുന്നതാണ്. അദ്ദേഹം വന്നപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നമ്മളിത് ആ ഒറിജിനൽ കാർബറേറ്റർ തന്നെ നമ്മൾ കയറ്റാൻ പോവുകയാണ് ഇപ്പോൾ. അപ്പം ഇന്ന് ഞാൻ വല്ലാത്തൊരു സന്തോഷത്തിലാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ഇന്ന് ഏകദേശം ഒരു 3 വണ്ടിക്കാർക്ക് നമുക്ക് സ്പെയർ സപ്ലൈ ചെയ്യുന്നവർക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 3 വാഹനത്തിൻ്റെ പേയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് ഒരാളെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് സുഹൃത്തുക്കൾ, മെക്കാനിക് സുഹൃത്തുക്കൾ നമുക്ക് സപ്പോർട്ടുമായും വന്നിട്ടുണ്ട്, നമുക്ക് തെറി സപ്പോർട്ടും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് സപ്പോർട്ട് തന്നെ കേട്ടോ. അപ്പം ആ സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കുക, തെറി വിളിച്ച സുഹൃത്തുക്കളൊക്കെ പറഞ്ഞാൽ അവരുടെ വർക്ക്ഷോപ്പിലൊന്നും ഒരു വിഷയമില്ല, ഒരു കുഴപ്പമില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വരുന്നവരെ ഇതാണ് നമ്മുടെ പുതിയ സിസ്റ്റം. AR ഓട്ടോമൊബൈൽസിൻ്റെ പേരിൽ നമ്മളൊരു ജോബ് കാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജോബ് കാർഡിൽ നമ്മൾ കസ്റ്റമർ കൊണ്ട് എഴുതിപ്പിക്കും. അതായത് ഓവർഫ്ലോ, കാർബറേറ്റർ ഇഷ്യൂ, മിസ്സിങ് എന്നിവയ്ക്ക് രണ്ടാമത് ചെയ്യേണ്ടി വന്നാൽ വാറണ്ടി ഇല്ല, ഒരു 10% ലേബറിൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. അല്ലാതെ തന്നെ കാർബറേറ്ററുകൾക്ക് വാറണ്ടി ഇല്ല. അപ്പോൾ കാർബറേറ്റർ എന്തെങ്കിലും വെച്ച് കൊടുത്ത് ഒരു മാസം എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മാറി കൊടുക്കാറുണ്ട്. അതിനി നടക്കില്ല. അത് നമ്മൾ കസ്റ്റമർ കൊണ്ട് ഇവിടെ എഴുതി സൈൻ ചെയ്യിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇത് കാർബറേറ്റർ മാറി കൊടുക്കത്തുള്ളൂ. അല്ലാത്ത കസ്റ്റമർ നമ്മൾ ആ തെറി വിളിച്ചിട്ട് വിഷയമില്ല എന്ന് പറഞ്ഞ മെക്കാനിക്കുകളൊക്കെ ഉണ്ടല്ലോ, ആ സുഹൃത്തുക്കൾ നമ്പർ എന്ന് തരണേ. കാരണം വാറണ്ടി വേണമെന്നും ഓവർഫ്ലോ വന്നു ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറയുന്ന നമ്മുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാം. നിങ്ങൾ അവരെ സെറ്റ് ചെയ്തെടുത്തോളൂ. അപ്പം നമ്മുടെ വർക്ക്ഷോപ്പിൽ വരുന്നവർക്ക് നമ്മൾ വാറണ്ടി നിർത്തിലാക്കിയിരിക്കുകയാണ്. കാർബറേറ്റർ പ്രത്യേകിച്ച് പറയുന്നു, എഥനോൾ ഇഷ്യൂമായി ബന്ധപ്പെട്ട് മിസ്സിംഗ് വരുന്ന വാഹനങ്ങൾക്ക് നമ്മൾ വാറണ്ടി കൊടുക്കുന്നതല്ല. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റം നിങ്ങളും ഫോളോ അപ്പ് ചെയ്യുക. ഒരു കാരണവശാലും നമ്മുടെ ടൈം വേസ്റ്റ് ആക്കാനുള്ളതല്ല. നമുക്ക് ഇതുപോലുള്ള മുട്ടം പണികൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 4 മാസത്തിനുള്ളിൽ ഇത്രയൊക്കെ ആയെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ ഇതിൽ കൂടുതൽ കംപ്ലൈൻറ്റുകൾ വരും. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അപ്പം വാറണ്ടിയുടെ കാര്യം മറക്കണ്ട. നമ്മുടെ പറഞ്ഞ സുഹൃത്തുക്കൾ, അതായത് അവരുടെ വർക്ക്ഷോപ്പിൽ വിഷയമില്ല എന്ന് പറഞ്ഞ സുഹൃത്തുക്കളുടെ നമ്പർ മറക്കരുതും, എനിക്ക് ഫോർവേഡ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമറെ നമുക്കുണ്ട്, വാറണ്ടി വേണമെന്ന് ആവശ്യപ്പെടുന്നത്, അവരെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് തരുന്നതാണ്. അങ്ങനെ നിങ്ങൾക്കും ഒരു സപ്പോർട്ടാകട്ടെ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.